ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷിൻ്റെ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേറെ ചില സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് STD4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ കയറി നോക്കുക, നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 ലിസണിങ് കോംപ്രഹെൻഷൻ ആണ്. അതായത് നിങ്ങൾക്ക് ടീച്ചർ സ്റ്റോറി വായിച്ചു തരും, പറഞ്ഞു തരും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കില്ല ആ സ്റ്റോറി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുമായിട്ട് ബേസ് ചെയ്ത 5 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ സ്റ്റോറി വായിച്ച് തരും, അത് നല്ലപോലെ കേൾക്കുക, ശ്രദ്ധിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഉള്ള ലിസണിങ് കോംപ്രഹെൻഷനുള്ള സ്റ്റോറി ഞാൻ ആദ്യം വായിച്ചു തരാം. ഇറ്റ് വാസ് എ പ്ലസന്റ് ഈവനിങ് ഇൻ മീരാസ് നെയ്ബർഹുഡ്. സ്മോൾ ഷോപ്സ് were opened along the road and people were walking around. എന്താണ്, മീരയുടെ അടുത്തേക്ക് എങ്ങനെയാണ് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള സന്തോഷം നിറഞ്ഞ ഈവനിങ് ആയിരുന്നു അന്ന്. ചെറിയ ചെറിയ കടകളൊക്കെ തുറന്നിട്ടുണ്ട്, അതുപോലെ റോഡിലൊക്കെ ആളുകൾ നടക്കുന്നുണ്ട്. മീര വെൻറ്റ് ഔട്ട് വിത്ത് ഹെർ ഗ്രാൻഡ് മദർ ഹോൾഡിങ് ഹെർ ഹാൻഡ്. മീര അവളുടെ മുത്തശ്ശിയുടെ കൂടെ കൈ പിടിച്ച് നടക്കുകയാണ്. നിയർ എ ഷോപ്പ് എ മാൻ വാസ് സെല്ലിംഗ് ഐസ്ക്രീം. ഒരു കടയുടെ അടുത്തൊരാൾ ഐസ്ക്രീം വിൽക്കുന്നുണ്ട്. മീരാസ് ഗ്രാൻഡ് മദർ ബ്രോട്ട് ആൻ ഐസ്ക്രീം ഫോർ ഹെർ. മീരയുടെ മുത്തശ്ശി അവൾക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു. Just then Meera noticed a small boy standing nearby. ആ സമയത്ത് ഒരു ചെറിയ ആൺകുട്ടി അവിടെ നിൽക്കുന്നത് മീര ശ്രദ്ധിച്ചു. His clothes were dusty. അവൻ്റെ വസ്ത്രങ്ങളൊക്കെ എന്തായിരുന്നു, പൊടി പിടിച്ചതായിരുന്നു. He was looking at the ice cream box quietly. അവൻ വളരെ ശാന്തമായിക്കൊണ്ട് മീരയുടെ കയ്യിലുള്ള ഐസ്ക്രീമിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. He did not ask for anything. അവൻ ഒന്നിനും വേണ്ടി ചോദിച്ചില്ല. Meera looked at her ice cream. മീര അവളുടെ ഐസ്ക്രീമിലേക്ക് നോക്കി. Then she looked at the boy again. എന്നിട്ട് ആ ആൺകുട്ടിയുടെ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കി. Her grandmother said, "It's time to go home now." അവളുടെ മുത്തശ്ശി എന്ത് പറഞ്ഞു, വാ നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞു. മീര took 2 steps. മീര 2 അടി നടന്നു. But then she stopped. എന്നിട്ട് അവൾ അവിടെ നിന്നു. She turned back, walked to the boy and held out the ice cream. അവൾ തിരികെ നടന്നിട്ട് എന്ത് ചെയ്തു, ആൺകുട്ടിയുടെ അടുത്തേക്ക് നടന്നിട്ട് അവന് ആ ഐസ്ക്രീം കൊടുത്തു. Here, she said softly. ഇതാ എന്ന് അവൾ പറഞ്ഞു. The boy's eyes lit up. ആൺകുട്ടിയുടെ കണ്ണ് അത് കണ്ടപ്പോൾ നിറഞ്ഞു. അത് കിട്ടിയപ്പോൾ എന്താണ്, നല്ലപോലെ തിളങ്ങി. He smiled and said, "Thank you." അവന് ചിരിച്ചുകൊണ്ട് മീരയോട് നന്ദി പറഞ്ഞു. മീര felt a warm feeling in her heart. മീരയ്ക്ക് അവളുടെ ഹൃദയത്തിൽ അങ്ങനെ അനുഭവപ്പെട്ടപ്പോൾ എന്താണ്, ആ ഒരു സന്തോഷം അനുഭവപ്പെട്ടു. She walked back to her grandmother. അവൾ അവളുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് തന്നെ തിരികെ നടന്നു. Her grandmother smiled and said, "Sometimes giving makes us happier than taking." അപ്പോൾ ഗ്രാൻഡ് മദർ അവളോട് എന്ത് പറഞ്ഞു, ചില സമയത്തൊക്കെ കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നതിനേക്കാട്ടിലും ലഭിക്കുന്നതിനേക്കാട്ടിലും മനോഹരം, അല്ലെങ്കിൽ നമ്മളെ സന്തോഷവാന്മാരാക്കുന്നത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു. ദാറ്റ് നൈറ്റ് മീര സ്ലെപ്റ്റ് വിത്ത് എ സ്മൈൽ. ആ ദിവസം രാത്രി മീര ഒരു പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ ഇതാണ് ടീച്ചർ നിങ്ങൾക്ക് വായിച്ചു തന്ന സ്റ്റോറി. അതുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കാം. Question 1. Who went out with Meera in the evening? മീരയോട് കൂടെ വൈകുന്നേരം പോയത് ആരാണ്? Her friend, her mother, her grandmother, her brother. Her grandmother ആണ്. Question 2. How were the boys' clothes? ആ ആൺകുട്ടിയുടെ വസ്ത്രങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? എങ്ങനെയായിരുന്നു? The boys' clothes were dusty. അല്ലെ, പൊടി നിറഞ്ഞതായിരുന്നു. Question 3. What was the small boy looking at? ആ ആൺകുട്ടി എന്തായിരുന്നു നോക്കിയത്? The sky, the grandmother, the tree, the ice cream box. എന്തായിരുന്നു മക്കളെ? The ice cream box ആയിരുന്നു. Question 4. What lesson does the story teaches us? ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഐസ്ക്രീം ഈസ് ടേസ്റ്റി. വി ഷുഡ് ഗോ ഹോം ഏർലി. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉള്ളതാണ്. വി ഷുഡ് ഗോ ഹോം ഏർലി. നമ്മൾ വീട്ടിലേക്ക് നേരത്തെ പോകണം. ഷെയറിംഗ് മേക്സ് അസ് ഹാപ്പി. പങ്കുവെക്കുന്നത് നമ്മളെ സന്തോഷവാന്മാരാക്കും. ഷോപ്സ് ആർ ബിസി ഇൻ ദ ഈവനിങ്. കടകളൊക്കെ വൈകുന്നേരം തിരക്കായിരിക്കും. എന്താ മക്കളെ? ഷെയറിംഗ് മേക്സ് അസ് ഓൾ ഹാപ്പി. അതാണല്ലേ, പങ്കുവെക്കുന്നത്, ഷെയർ ചെയ്യുന്നത് നമ്മളെ ഹാപ്പി ആക്കുമെന്നാണ്. Question 5. Sometimes giving makes us happier than taking. Who said these words? ചില സമയത്ത് കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നതിനേക്കാട്ടിലും സന്തോഷമെന്ന് പറഞ്ഞത് ആരാണ്? മക്കളെ? ഗ്രാൻഡ് മദർ ആണ്, മീരാസ് ഗ്രാൻഡ് മദർ. ആക്ടിവിറ്റി 2 റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് വായിക്കാനായിട്ടൊരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇൻ എ സ്മോൾ വില്ലേജ് there lived a curious boy named അരുൺ.
ഒരു ചെറിയ ഗ്രാമത്തിൽ അവിടെ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ആകാംക്ഷയോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും എന്താണ് ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ആൺകുട്ടി ജീവിച്ചിരുന്നു. അവൻ്റെ പേര് അരുൺ എന്നായിരുന്നു. നിയർ ഹിസ് ഹൗസ് സ്റ്റൂഡ് എ വെരി ഓൾഡ് ബന്യൻ ട്രീ. അവൻ്റെ വീടിനടുത്ത് വളരെയധികം പ്രായമായിട്ടുള്ള ഒരു ബന്യൻ ട്രീ, ഒരു ആൽമരം ഉണ്ടായിരുന്നു. ഇറ്റ്സ് ബ്രാഞ്ചസ് ഫോർ വൈഡ് ആൻഡ് ഇറ്റ്സ് റോപ്പ് ലൈക്ക് റൂട്ട്സ് ടച്ച് ദ ഗ്രൗണ്ട്. അതെന്താണ്, അതിൻ്റെ ഇലകളും ചില്ലകളൊക്കെ വളരെയധികം വൈഡായിരുന്നു. അതുപോലെ അതിൻ്റെ വള്ളികൾ, മുകളിൽ നിന്നുള്ള റൂട്ട്സ് ഉണ്ടല്ലോ, അതെന്താണ് താഴെ തറയിൽ തട്ടിയിട്ടുണ്ട്. ആഫ്റ്റർ സ്കൂൾ അരുൺ ലവ് ടു സിറ്റ് അണ്ടർ ദ ട്രീ ആൻഡ് റീഡ്. സ്കൂൾ വിട്ട് കഴിഞ്ഞ ശേഷം അവന് ഈ മരത്തിൻ്റെ അടുത്ത് വന്ന് അതിന് താഴെ ഇരുന്ന് വായിക്കാനാണ് ഏറ്റവും ഇഷ്ടം. വൺ ആഫ്റ്റർനൂൺ വൈൽ ഹി വാസ് റീഡിങ് ഹി ഹിയർഡ് എ സോഫ്റ്റ് വോയിസ്. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അവൻ മരത്തിന് താഴെ ഇരുന്ന് വായിക്കുന്ന സമയത്ത് അവൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ശബ്ദം കേട്ടു. താങ്ക് യു ഫോർ വിസിറ്റിംഗ് മീ എവ്രി ഡേ, ദ വോയിസ് സെഡ്. ആ ശബ്ദം എന്താ അവനോട് പറഞ്ഞത്? എന്നെ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യുന്നതിന് നിനക്ക് നന്ദി എന്നാണ് പറഞ്ഞത്. അരുൺ വാസ് സർപ്രൈസ്ഡ്. അരുൺ ഈ ശബ്ദം കേട്ടപ്പോൾ ആകെ സർപ്രൈസ് ആയി. ഹൂസ് വോയിസ് ഈസ് ദാറ്റ്, ഹി ആസ്ക്ഡ്. ഇത് ആരുടെ ശബ്ദമാണെന്ന് അവൻ ചോദിച്ചു. ഇറ്റ്സ് മീ, ദ ബന്യൻ ട്രീ, റിപ്ലൈ ദ വോയിസ്. അപ്പോൾ ആ ശബ്ദം എന്ത് തിരിച്ചു പറഞ്ഞു? ഇത് ഞാനാണ്, ഈ ആൽമരമാണ് എന്ന് പറഞ്ഞു. ദെൻ മെനി പീപ്പിൾ പാസ് ബൈ ബട്ട് വെരി ഫ്യൂ കെയർ അബൌട്ട് മീ. എന്താണ്, ഒരുപാട് ആളുകൾ എൻ്റെ അടുത്തൂടെ പോവാറുണ്ട്, പക്ഷെ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ എന്നെ കെയർ ചെയ്യാറുള്ളൂ. ഫ്രം ദാറ്റ് ഡേ അരുൺ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ദ ട്രീ. ആ ദിവസം മുതൽ അരുൺ ആ മരത്തോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഹി വാട്ടേർഡ് ഇറ്റ് ആൻഡ് സ്റ്റോപ്ഡ് അതേഴ്സ് ഫ്രം ബ്രേക്കിംഗ് ഇറ്റ്സ് ബ്രാഞ്ചസ്. അവൻ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും മറ്റുള്ളവർ അതിൻ്റെ ശിഖരങ്ങളൊക്കെ മുറിക്കുന്നത് തടയുകയും ചെയ്തു. സ്ലോലി ദ ട്രീ ഗ്രീവ് ഗ്രീനർ ആൻഡ് സ്ട്രോങ്ങർ. അങ്ങനെ പതുക്കെ പതുക്കെ ഈ മരം വളരെയധികം ശക്തിയായിട്ടും അതുപോലെ കരുത്തനായിട്ടും അതുപോലെ നല്ല പച്ചപ്പോട് കൂടിയിട്ടും വളരാനായിട്ട് തുടങ്ങി. വൺ സമ്മർ ഡേ എ സ്ട്രോങ് വിൻഡ് ഹിറ്റ് ദ വില്ലേജ്. ഒരു ദിവസം ഒരു സമ്മറിൽ, ഒരു വേനൽക്കാലത്ത് ഒരു വലിയ ശക്തമായിട്ടുള്ള കാറ്റ് ഈ വില്ലേജിൽ വീശിയടിക്കുകയുണ്ടായി. വില്ലേജിനെ ആകെ നശിപ്പിച്ചു. ദ ബന്യൻ ട്രീ ഗേവ് ഷെൽട്ടർ ടു ഓൾ ദ ബേർഡ്സ്. ഈ ബന്യൻ ട്രീ, ആൽമരം, എല്ലാ പക്ഷികൾക്കും അഭയം കൊടുത്തു. ദ വില്ലേജേഴ്സ് താങ്ക്ഡ് അരുൺ ഫോർ ടേക്കിംഗ് കെയർ ഓഫ് ദ ട്രീ. ആ മരത്തെ അങ്ങനെ സംരക്ഷിച്ചതിൽ എല്ലാ വില്ലേജേഴ്സും, നാട്ടുകാരൊക്കെ അരുണിനോട് നന്ദി പറഞ്ഞു. അരുൺ സ്മൈൽഡ് നോവിങ് ദാറ്റ് കൈൻഡ്നസ് ടു നേച്ചർ ഈസ് ഓൾവേസ് റിവാർഡഡ്. അരുണ് ചിരിച്ചുകൊണ്ട് അവൻ എന്ത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ചിരിച്ചത്? പ്രകൃതിയോട് ദയ കാണിക്കുന്നതാണ് ഏറ്റവും വലിയ പാരിതോഷികമായിട്ട് നമുക്ക് കിട്ടുന്നത് എന്ന് അവന് മനസ്സിലാക്കി. ഇനി ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 1, വിച്ച് ട്രീ സ്റ്റൂഡ് നിയർ അരുൺസ് ഹൗസ്. അവരുടെ വീടിന് മുന്നിൽ അടുത്തുണ്ടായിരുന്ന മരം എന്തായിരുന്നു? എ മാംഗോ ട്രീ, എ നീം ട്രീ, എ കോക്കനട്ട് ട്രീ, എ ബന്യൻ ട്രീ. എ ബന്യൻ ട്രീ ആണ് ആൻസർ. 2, വാട്ട് ഡിഡ് അരുൺ ലൈക്ക് ടു ഡു സിറ്റിംഗ് അണ്ടർ ദ ട്രീ. മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് അരുണ് എന്ത് ചെയ്യാനായിരുന്നു ഇഷ്ടം? സ്ലീപ്പ്, ഉറങ്ങാന്, പ്ലേ, കളിക്കാന്, റീഡ്, വായിക്കാന്, ഈറ്റ്, കഴിക്കാൻ. എന്തിനായിരുന്നു മക്കളെ? ടു റീഡ്, വായിക്കാനായിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻ 3, ഹു ടോക്ക് ടു അരുൺ വൺ ആഫ്റ്റർനൂൺ. ഒരു ദിവസം വൈകുന്നേരം അരുണിനോട് സംസാരിച്ചതാരാണ്? ദ ബന്യൻ ട്രീ, ബന്യൻ ട്രീ ആണ്. ക്വസ്റ്റ്യൻ 4, ചൂസ് എ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് അമേസ്ഡ്. അമേസ്ഡ് എന്നർത്ഥം വരുന്ന വേർഡ് സ്റ്റോറിയിൽ നിന്ന് കണ്ടെത്തുക. സർപ്രൈസ്ഡ് എന്നാണ് അമേസ്ഡ് എന്നർത്ഥം വരുന്ന ഒരു വേർഡ്. ക്വസ്റ്റ്യൻ 5, റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ് ഗിവൺ ബിലോ. താഴെ നമുക്ക് 4 സെന്റൻസ് തന്നിട്ടുണ്ട്, അത് വായിക്കാം. എന്നിട്ട് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കുക. എ, അരുൺ ടുക്ക് കെയർ ഓഫ് ദ ട്രീ ബൈ വാട്ടറിങ് ആൻഡ് പ്രൊട്ടക്ടിങ് ഇറ്റ്. അരുൺ ആ മരത്തിന് വെള്ളം ഒഴിച്ചും പ്രൊട്ടക്ട് ചെയ്തും അതിനെ കെയർ ചെയ്തു. ബി, എ സ്ട്രോങ് വിൻഡ് ബ്ലൂ ബട്ട് ദ ബന്യൻ ട്രീ ഡിഡ് നോട്ട് ഫോൾ ഡൗൺ. ഒരു ശക്തമായിട്ടുള്ള കാറ്റ് വീശി, പക്ഷെ ബന്യൻ ട്രീ വീണില്ല. അരുൺ വാസ് പണിഷ്ഡ് ഫോർ പ്രൊട്ടക്ടിങ് ദ ട്രീ. ആ മരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് അരുണെ പണിഷ് ചെയ്തു, ശിക്ഷിച്ചു. ഡി, കൈൻഡ് ആക്ഷൻസ് ക്യാൻ ബ്രിങ് ഗുഡ് റിസൾട്ട്സ് ഇൻ ദ ഫ്യൂച്ചർ. ദയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഭാവിയിലേക്ക് നല്ലത് ചെയ്യും. അപ്പൊ ഇതിൽ ഏതൊക്കെയാ മക്കളെ ശരി? എ, ബി ആൻഡ് ഡി ആർ കറക്റ്റ്. സി, ബി ആൻഡ് ഡി ആർ കറക്റ്റ്. സി, എ, ബി ആൻഡ് സി ആർ കറക്റ്റ്. ഡി, ഓൾ ആർ കറക്റ്റ്. ഇതിൽ 1ഉം 2ഉം എയും ബിയും ഡിയും ആണ് കറക്റ്റ്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ആക്ടിവിറ്റി 3, പിക്ചർ സ്റ്റോറി. Look at the pictures carefully. Draw one more picture and complete the story. Describe the events in the form of a short narrative. അപ്പോൾ നമുക്കിവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ സ്റ്റോറി ആയിട്ട് എഴുതുക. അതുപോലെ അതിലൊരു 4ാമത്തെ ബോക്സ് ഒഴിഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എഴുതുന്നതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യുക, അവസാനത്തെ പാർട്ട് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചർ കൂടെ വരച്ചു കൊടുക്കുക. ആദ്യത്തേത് നോക്കൂ, ഒരു ഹണിബി വന്നിട്ട് ബട്ടർഫ്ലൈ വന്നിട്ട് ഫ്ലവേഴ്സിൽ ഇരിക്കാനായിട്ട് നോക്കുമ്പോൾ ഫ്ലവറൊക്കെ വാടിയിരിക്കാനല്ലേ. അപ്പം എന്താ പറയുന്നത്? വാട്ട് ഹാപ്പൻ ടു ദീസ് ഫ്ലവേഴ്സ്? ഐ വോണ്ട് നെക്ടർ. ഈ പൂവിന് എന്ത് പറ്റി? എനിക്ക് തേന് വേണം.
സെക്കൻഡ് പിക്ചർ എന്തെഴുതാം? ദ ഫ്ലവേഴ്സ് വർ വിതേർഡ് ആൻഡ് ദർ വാസ് നോ നെക്ടർ ടു ബി ഫൗണ്ട്. സോറി, അത് ഫസ്റ്റ് പിക്ചർ ആണ്. സെക്കൻഡ് പിക്ചർ എന്താണ്? ഷി ഫ്ലൂ അപ് ടു ദ ക്ലൗഡ്സ് ആൻഡ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. ബട്ടർഫ്ലൈ എന്ത് ചെയ്തു? ആകാശത്തേക്ക് പറന്നിട്ട് മേഘങ്ങളോട് സഹായം ചോദിച്ചു. അണ്ടർസ്റ്റാൻഡിങ് ദ ഗാർഡൻസ് പ്ലൈറ്റ് ദ ക്ലൗഡ്സ് ഗ്യാതേർഡ് ആൻഡ് സെൻഡ് ഡൗൺ എ റിഫ്രഷിംഗ് റെയിൻ. ഇത് കണ്ട് മേഘങ്ങൾ എന്ത് ചെയ്തു? എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി താഴേക്ക് മഴ വർഷിച്ചു. തേർഡ് പിക്ചർ, ദ വാട്ടർ സോക്ഡ് ഇൻ ടു ദ എർത്ത്. വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ബ്രിങ്ങിങ് ദ ഗാർഡൻ ബാക്ക് ടു ലൈഫ്. ആ പൂന്തോട്ടത്തെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി ഫോർത്ത് പിക്ചർ നിങ്ങൾക്ക് എന്ത് എഴുതാം മക്കളെ? നല്ല മനോഹരമായിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്, ഗ്രീനറി ഒക്കെ ഉള്ളത്, പച്ച പിടിച്ച് നിൽക്കുന്ന ഗാർഡൻ നിങ്ങൾക്ക് വരയ്ക്കാം. അതിന് താഴെ എന്തെഴുതി കൊടുക്കാം? സൂൺ ദ ഫ്ലവേഴ്സ് ബ്ലൂംഡ് ബ്യൂട്ടിഫുള്ളി അഗൈൻ. വൈകാതെ പൂക്കൾ വീണ്ടും നല്ല ഭംഗിയായി വിരിഞ്ഞു. ആൻഡ് ജൂലി വാസ് ഹാപ്പി വൺസ് മോർ. ജൂലി വീണ്ടും സന്തോഷവതിയായി. ഡാൻസിങ് എമംഗ് ദ കളർഫുൾ ബ്ലോസംസ് ആൻഡ് ഡ്രിങ്കിങ് സ്വീറ്റ് നെക്ടർ. നല്ല മർമ്മശബളമായിട്ടുള്ള ഈ പൂക്കൾക്കിടയിൽ ഡാൻസ് ചെയ്യുകയും നൃത്തം ചെയ്യുകയും വയറു നിറയെ തേൻ കുടിക്കുകയും ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റോറി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ആക്ടിവിറ്റി 4 2 പാർട്ട് ഉണ്ട്. 4A-യും 4B-യും ഉണ്ട്. 4A ആദ്യം നോക്കാം. കോൺവെർസേഷൻ ആണ്. വൺ ഡേ ദീദി കെയിം ടു ദ വില്ലേജ് ആൻഡ് ഹെൽപ്ഡ് നിന്നു ആൻഡ് ഹെർ ഫ്രണ്ട്സ് വിത്ത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. നിന്നു ടോൾഡ് ഹെർ മദർ അബൌട്ട് ദീദി. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ നിന്നു ആൻഡ് ഹെർ മദർ. ഒരു ദിവസം ദീദി വില്ലേജിലേക്ക് വന്നിട്ട് നിന്നുവിനെയും അവളുടെ ഫ്രണ്ട്സിനെയും എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചു. അമ്മയോട് നിന്നു ഈ കാര്യം പറയുകയാണ്. അപ്പം നിന്നും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഡയലോഗ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. നിന്നു, മദർ ഐ ഹാവ് സം ഹാപ്പി ന്യൂസ്. അമ്മേ, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. മദർ, ദാറ്റ്സ് വണ്ടർഫുൾ ഡിയർ, വാട്ട്സ് ഇറ്റ്. അത് നല്ല കാര്യമാണ്, എന്താണ് പറയാനുള്ളത്? നിന്നു, എ ലേഡി നെയ്മഡ് ദീദി കെയിം ടു അവർ വില്ലേജ് ടുഡേ. ദീദി എന്ന് പറയുന്ന ഒരു ലേഡി ഇന്ന് നമ്മുടെ വില്ലേജിലേക്ക് വന്നു. മദർ, ഓ വാട്ട് ഡിഡ് ഷീ ഡു ദേ? അവരെന്താ ചെയ്തത്? നിന്നു, ഷീ ഹെൽപ്ഡ് മീ ആൻഡ് മൈ ഫ്രണ്ട്സ് വിത്ത് അവർ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെയും എഴുതാനും വായിക്കാനൊക്കെ അവർ ഹെൽപ്പ് ചെയ്തു. മദർ, ദാറ്റ് ഈസ് വെരി കൈൻഡ് ഓഫ് ഹർ. വി മസ്റ്റ് താങ്ക് ഹർ ഫോർ ഹെർ ഹെൽപ്പ്. അത് അവൾ ചെയ്ത നല്ലൊരു കാര്യമാണ്. നമ്മൾ തീർച്ചയായിട്ടും ദീദിയോട് നന്ദി പറയണമെന്ന് അമ്മ പറയുന്നു. 4B നോക്കാം. കോൺവെർസേഷൻ തന്നെയാണ്. ദിൽന ഡയൽഡ് 101 ആൻഡ് സേവ്ഡ് ഹെർ മദേഴ്സ് ലൈഫ്. ദിൽനാസ് ഫാദർ കോൾഡ് ഫ്രം അബ്രോഡ്. ഷി ടോൾഡ് ഹിം അബൌട്ട് ദ ഇൻസിഡൻറ്റ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ഹെർ ഫാദർ. ദിൽന അമ്മയെ 101 വിളിച്ചിട്ട് രക്ഷപ്പെടുത്തിയ കാര്യമൊക്കെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അബ്രോഡാണല്ലോ, അപ്പോൾ അച്ഛൻ വിദേശത്ത് നിന്ന് വിളിക്കുമ്പോൾ അവൾ പറഞ്ഞു. അപ്പോൾ ദിൽനയും അച്ഛനും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫാദർ, ഹലോ ദിൽന. ദിൽന, ഹലോ പപ്പ, ഐ ഹാവ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടെൽ യു. അച്ഛാ, എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഫാദർ, ഈസ് എവറിഥിങ് ഓൾ റൈറ്റ്? യു സൗണ്ട് എ ബിറ്റ് എക്സൈറ്റഡ്. എല്ലാം ഓക്കെ അല്ലേ? നീ എന്താണ് കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ നിന്റെ സംസാരം. ദിൽന, മോം ഹാഡ് എൻ എമർജൻസി സോ ഐ ഡയൽഡ് 101 ഫോർ ഹെൽപ്പ്. അമ്മയ്ക്ക് ഇന്ന് ചെറിയൊരു എമർജൻസി ഉണ്ടായി, ഞാൻ 101 ഡയൽ ചെയ്തു സഹായത്തിന് വേണ്ടിയിട്ട്. ഫാദർ, ഗുഡ് ഹെവൻസ്, ഈസ് ഷീ ഓക്കെ നോ? നല്ല കാര്യമാണല്ലോ കേട്ടത്. അമ്മ ഓക്കെ ആണോ? ദിൽന, യെസ്, ദ ഹെൽപ്പ് അറൈവ്ഡ് ജസ്റ്റ് എ ടൈം ആൻഡ് ഷീ ഈസ് സേഫ് നൗ. തീർച്ചയായിട്ടും ഞാൻ സഹായം ചോദിച്ചപ്പോൾ അപ്പം തന്നെ എനിക്ക് സഹായം ലഭിച്ചു. അമ്മ ഇപ്പോൾ സേഫാണ്. ആക്ടിവിറ്റി 5A, അതും 5Aയും Bയും ഉണ്ട്. സ്ലോഗനാണ്. മനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് ഓൺ എ ഫീൽഡ് ട്രിപ്പ്. ദേ സോ ഗാർബേജസ് ഡംപ്ഡ് ഇൻ ടു ദ റിവർ. പ്രിപ്പയർ സ്ലോഗൻസ് ഓൺ ദ നീഡ്സ് ടു കൺസേർവ് വാട്ടർ. മനുവും ഫ്രണ്ട്സും കൂടെ ഫീൽഡ് ട്രിപ്പ് പോയതായിരുന്നു. അപ്പോൾ പുഴയുടെ തീരത്തൊക്കെ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് സ്ലോഗൻസ് എഴുതി. അത് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെഴുതുമ്പോൾ നിങ്ങൾ ഈ ബോർഡിൽ എഴുതി കൊടുക്കണം. ഞാനൊരു 3-4 എഴുതുന്നത് കൊണ്ട് ഞാൻ ഇവിടെ താഴെ എഴുതി തരുന്നുണ്ട്. നോക്കൂ. സേവ് വാട്ടർ, സേവ് ലൈഫ്. വെള്ളം സംരക്ഷിക്കൂ, ജീവൻ രക്ഷിക്കൂ. എവറി ഡ്രോപ്പ് കൗണ്ട്സ്. എല്ലാ തുള്ളിയും എന്താണ്? എണ്ണപ്പെടുന്നതാണ്. തിട്ടപ്പെടുത്തി എണ്ണപ്പെടുന്നതാണ്. എല്ലാ തുള്ളിയും എന്താണ്? അമൂല്യമാണ്. ഓക്കെ. കൺസേർവ് ടുഡേ, സർവൈവ് ടുമോറോ. ഇന്നിനെ സംരക്ഷിക്കൂ, നാളെ അതിജീവിക്കൂ. നാളേക്കായി ഇന്നിനെ സംരക്ഷിക്കൂ എന്നുള്ളൊരു ആശയം. ഓക്കെ. പിന്നെ ഡോണ്ട് വേസ്റ്റ് വാട്ടർ. സിമ്പിളായിട്ട് വെള്ളം പാഴാക്കരുത്, അങ്ങനെയും നമുക്ക് എഴുതി കൊടുക്കാം. Activity 5B poster. Ninu and her friends have set up a reading room in their village. They want to design posters highlighting the importance of reading. Prepare the poster. അപ്പോൾ നിന്നുവും അവളുടെ ഫ്രണ്ട്സും കൂടെ വില്ലേജിൽ അവരുടെ ഗ്രാമത്തിൽ ഒരു റീഡിംഗ് റൂം ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിൽ അവർക്ക് കുറച്ച് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളോട് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം മക്കളെ? ബുക്സ് ആർ വിങ്സ്. നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കാം. പിന്നെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിന് സ്യൂട്ടബിൾ ആവുന്ന ബുക്സും ഒക്കെ ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുക്കാം. പിന്നെ
അതിൻ്റെ താഴെ വീണ്ടും കൊടുക്കുക. എ ബുക്ക് ഈസ് എ ഗിഫ്റ്റ് യു ക്യാൻ ഓപ്പൺ അഗെയിൻ ആൻഡ് അഗെയിൻ. റീഡിങ് ഓപ്പൺസ് യുവർ മൈൻഡ് ടു ന്യൂ വേൾഡ്സ്. അങ്ങനെ കുറച്ച് നല്ല സ്ലോഗൻസും എന്താ പറയുക ആളുകൾക്ക് അവെയർ ചെയ്യുന്ന രീതിക്കുള്ള കുറച്ച് കൊട്ടേഷൻസ് ഒക്കെ കൊടുക്കുക. വിസിറ്റ് യുവർ വില്ലേജ് റീഡിംഗ് റൂം ടുഡേ. അങ്ങനെ ലാസ്റ്റ് എന്താണ് വിസിറ്റ് യുവർ വില്ലേജ് റീഡിംഗ് റൂം ടുഡേ. ഇന്ന് തന്നെ നിങ്ങളുടെ വില്ലേജിലെ റീഡിംഗ് റൂം സന്ദർശിക്കൂ എന്നുള്ളൊരു സന്ദേശവും കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്